ഹലോ ഗൈസ്, നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി രാവിലെ എണീച്ച് വന്നപ്പോൾ നല്ലൊരു കാഴ്ചയായിരുന്നു മുറ്റത്ത്. കുറേ നാളുകൂടിയായി ഒരു മഴ കണ്ടിട്ട്. നല്ല മഴ പെയ്തിട്ടുണ്ട്. ഞാൻ ഉറക്കത്തിയതൊന്നും അറിഞ്ഞില്ല കേട്ടോ. ഞാനും അറിഞ്ഞില്ല, യാമൂട്ടനും അറിഞ്ഞില്ല. ഞങ്ങൾ നല്ല സുഖനിദ്രയിലായിരുന്നു. രാവിലെ എണീച്ച് വന്നപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കാരണം ഈ ഇലയിലൊക്കെ വെള്ളം നിന്നിട്ടേ. യാമൂട്ടൻ എണീച്ച് വന്ന് രാവിലെ തന്നെ മഴ പെയ്തമ്മ എന്ന് പറഞ്ഞ് പണി തുടങ്ങിയിട്ടുണ്ട്. മിറ്റം തൂക്കുകയാണ്. ബാലവേല ശിശാർഹമാണെന്നറിയാം. എന്നാലും നമ്മുടെ ബാലികയല്ലേ, അവൾക്ക് തന്നെ ഞാൻ തൂക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അവൾക്ക് തന്നെ തൂക്കണമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ചൂല് വാങ്ങിച്ചിട്ട് തനിയെ തൂക്കുക. ചെടിയല്ല എന്ന് തീരുമാനമാവുമെന്നാണ് തോന്നുന്നത്. തൂപ്പൊക്കെ കണ്ടിട്ട് ഇൻ്റർലോക്ക് ഇളകി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് 2 ദിവസമായിട്ട് യാമൂട്ടൻ പറയുന്നുണ്ട് മാങ്ങ വേണമെന്ന്. എങ്ങനെയെങ്കിലും ഞാൻ ദണ്ണപ്പെട്ടൊരു മാങ്ങ കുത്തി തറയിലിട്ടു. പക്ഷേ മാങ്ങ തറയിൽ വീഴാതെ ആ ഷെയ്ഡിൽ തന്നെ വീണു. എങ്ങനെയും ആ പാത്തിയുടെ ഇളയുന്നത് കുത്തി ഇളക്കാനായിട്ട് ഞാൻ അതിൻ്റെ മേളിൽ വലിഞ്ഞു പിടിച്ച് കയറി കമ്പിട്ട് കുത്തുന്നുണ്ട്. പക്ഷേ അത് വീഴുന്നതുമില്ല, വരുന്നതുമില്ല. എങ്ങനെയും തെണ്ണപ്പെട്ടൊക്കെ ഞാൻ കുത്തി ഇളക്കി എന്നാൽ കഴിയുന്ന രീതിയിൽ അത് കുത്തി തറയിട്ടില്ലെങ്കിൽ അവൾ സമാധാനം തരത്തില്ലല്ലോ, ആകെ പ്രശ്നമാവും. അതിൻ്റെ യുദ്ധമെല്ലാം കഴിഞ്ഞ് താഴെ വന്നപ്പോഴത്തേക്കുണ്ട് മാമൻ വരുന്നു. മാമൻ വന്നപ്പോൾ മാമന് കഴിക്കാൻ സ്നാക്സൊക്കെ എടുത്തു കൊടുത്തു. യാമൂട്ട അവിടെ ഇരുന്നൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ സ്നാക്സ് എല്ലാം ഇങ്ങനെ ഇരുന്ന് തിന്നു എന്നും പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ബോറ് മാറുന്നില്ല. ഒരു ദിവസം പോയി കിട്ടാൻ എന്തൊക്കെ വേണം. അങ്ങനെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ നേരം നമ്മുടെ വീടിനടുത്തുള്ള ഒരു പള്ളിയിലെ കൊടിമരം കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ചേച്ചിയുടെ വീട്ടിലെത്തി. അവിടെ ചെന്നപ്പോൾ അവിടെ എല്ലാവരും വളരെ വിരഹവേദനയിലാണ്. കാരണം ഇന്നലത്തെ മഴയിൽ അവരുടെ കൊലയെല്ലാം ഒടിഞ്ഞ് തറയിൽ വീണിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ എനിക്കും സങ്കടം വന്നു കേട്ടോ. നല്ല രീതിയിൽ നോക്കി കണ്ടതായിരുന്നു. സങ്കടം നമ്മുടെ കൂടെ പങ്കുവെക്കാനായിട്ടൊരു പുതിയ അതിഥിയും കൂടെ അവരുടെ വീട്ടിലുണ്ട്. കൃഷ്ണപ്പെരുന്തെന്ന് മറ്റെന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ പേര്. കറക്റ്റ് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ ചെന്നത് പുള്ളിക്കാരൻ അത്ര അങ്ങോട്ട് സുഖിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. പുള്ളി അവിടെ എവിടെയൊക്കെ നോക്കി കീറുന്നുണ്ട്. അല്ലെങ്കിലും നമ്മളെന്നും അതിഥികൾ തന്നെയാണല്ലോ, അവർ വലിയവർ. അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുക്കുന്നത് കൂടെ താഴോട്ട് നോക്കുന്നുണ്ട്. എനിക്കൊരു പേടിയുണ്ട് ഇത് പറന്നെങ്ങാനും വരുമോ എന്നുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചേച്ചിയുടെ വീട്ടിലെ യുദ്ധവും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കുണ്ടല്ലോ വഴിയിൽ ഉത്സവം. നിങ്ങൾ വിചാരിക്കും എന്ന് ഈ ഉത്സവത്തിൻ്റെ വീഡിയോ മാത്രമേ ഉള്ളൂ എന്ന്. ഇപ്പോൾ ഉത്സവത്തിൻ്റെ സീസണല്ലേ. ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര ബ്ലോക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്ക്. വണ്ടിയൊന്നും പോകാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. യാമൂട്ടൻ ഇത് കണ്ടപ്പോഴത്തേക്ക് ത്രില്ലായി. അങ്ങനെ ഒത്തിരി ഫ്ലോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ പതുക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിലും ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ആ ഫ്ലോട്ടുകളൊക്കെ കണ്ടു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ബ്ലോക്കുമായിരുന്നു. അത്യാവശ്യം തിരക്കുള്ള ഫ്ലോട്ടുകളും ഒക്കെ പോകുന്ന നല്ലൊരു ഇതാണെന്ന് തോന്നുന്നു. അങ്ങനെ യാമൂട്ടന് ഹാപ്പി, ഞങ്ങളും ഹാപ്പി. അങ്ങനെ ഫ്ലോട്ടൊക്കെ കണ്ട് സമാധാനത്തിൽ കുറച്ച് വൈകിയാണെങ്കിലും പതുക്കെയാണ് കേട്ടോ വീട്ടിൽ വന്നത്. അപ്പോൾ യാമൂട്ടൻ്റെ കുസൃതികളും മറ്റ് വിശേഷങ്ങളുമായി നമുക്ക് പിന്നെയും കാണാം. നാളത്തേക്ക് പുതിയ വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു. YouTube